ഹിമാലയ റിവേഴ്സിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിലും നമ്മൾ സിന്ധു അല്ലെങ്കിൽ ഇൻഡസ് റിവറിനെ കുറിച്ച് തന്നെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇൻഡസ് റിവർ അല്ലെങ്കിൽ സിന്ധു നദിയുടെ ട്രിബ്യൂട്ടറീസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സിന്ധു നദിയുടെ ഇടത് കരയിലെ പോഷക നദികൾ ഝലം, ചെനാബ്, രവി, ബിയാസ്, സത്ലജ്, സൻസ്കർ, സുരു ഒക്കെയാണ്. പിന്നെ വലത് കരയിലെ പോഷക നദികൾ ഷ്യോക്ക്, ജിൽജിത്, ഹുൻസ, കബൂൽ, ഷിഗർ, ഖുറാം, തോച്ചി, ഗോമൾ, വിബോവ, സൻഗർ തുടങ്ങിയവയാണ്. ഇൻഡസ് നദിയുടെ അല്ലെങ്കിൽ സിന്ധു നദിയുടെ ഒരു പോഷക നദിയായ ജലം നദിയെക്കുറിച്ചാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ജലം റിവർ ഒറിജിനേറ്റ്സ് ഫ്രം എ സ്പ്രിംഗ് നിയർ വെരിനാങ്, കാശ്മീർ അറ്റ് ദ ഫുട്ട് ഓഫ് ദ പിർ പഞ്ചാൽ മൗണ്ടെയിൻ. പീർ പഞ്ചൽ പർവ്വതനിരയുടെ വാലിയിൽ വരുന്ന അല്ലെങ്കിൽ അടിവാരത്ത് വരുന്ന വെരിനാഗ് എന്നുള്ള ഒരു ജലധാരയിൽ നിന്ന്, കാശ്മീരിലുള്ള വെരിനാങ് ജലധാരയിൽ നിന്നാണ് ജലം റിവർ ഉത്ഭവിക്കുന്നത്. പിന്നെ അത് വൂളാർ ലേക്കിലൂടെയാണ്, കാശ്മീർ താഴ്വരയിലൂടെയാണ് അത് ഒഴുകുന്നത്. പിന്നെ ശ്രീനഗർ ഈസ് ലൊക്കേറ്റഡ് ഓൺ ദ ബാങ്ക്സ് ഓഫ് ഝലം. ശ്രീനഗർ ഝലം നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ഝലം നദി പാകിസ്ഥാനിലേക്ക് എത്തുന്നതിന് മുമ്പ് അതൊരു ഇടുങ്ങിയ ചെങ്കുത്തായ ഭാഗത്തു കൂടിയാണ് അത് പാസ് ചെയ്തു പോകുന്നത്. അങ്ങനെ അത് ചെനാബ് നദിയിലേക്ക് ചെന്ന് പാകിസ്ഥാൻ്റെ അടുത്തുള്ള ഝാങ് എന്ന് പറഞ്ഞ പ്രദേശത്ത് എത്തുമ്പോഴാണ് അത് ചെനാബ് നദിയുമായിട്ട് ജോയിൻ ചെയ്യുന്നത്. അലക്സാണ്ടറും ബാറ്റിൽ ഓഫ് ഹൈഡസ്പേറ്റ്സ് എന്ന് പറഞ്ഞ യുദ്ധം നടക്കുന്ന സമയത്ത് അലക്സാണ്ടറും പോറസും തമ്മിൽ ഈ ഝലം തീരത്ത് വെച്ചിട്ടാണ് യുദ്ധം നടന്നിരിക്കുന്നത്. അത് BC 326 എന്നുള്ള സമയത്താണ് ഈ യുദ്ധം നടന്നത്, ഹൈഡാസ്പസ് യുദ്ധം. പിന്നെ ഏറ്റവും ലാർജസ്റ്റ് ട്രിബ്യൂട്ടറി, ഈ ഝലം നദിയുടെ ഏറ്റവും ലാർജസ്റ്റ് പോഷക നദിയാണ് കിഷൻ ഗംഗ. ഈ ഝലം നദിയിലുള്ള ജലവൈദ്യുത പദ്ധതികളുടെ പേരാണ് ഉറി, ജമ്മു കാശ്മീരിലുള്ള ഉറി. ഇതിൻ്റെ ഈ ഝലം നദിയുടെ പ്രാചീന നാമങ്ങളാണ് ഒന്ന് ഹൈഡാസ്പസ്, ഒന്ന് വിദാസ്ത. അപ്പോൾ ഈ ഹൈഡാസ്പസ് യുദ്ധം എന്ന് പറയാൻ കാരണം ഝലം നദിയുടെ വേറൊരു പഴയ പേരാണ് ഹൈഡാസ്പസ്. ആ തീരത്ത് വെച്ച് നടന്നതുകൊണ്ട് തന്നെയാണ് ഹൈഡാസ്പസ് യുദ്ധം എന്ന പേര് വരാനുള്ള കാരണം. അടുത്തൊരു പോഷക നദി, ഇൻഡസ് നദിയുടെ അടുത്തൊരു പോഷക നദിയാണ് ചെനാബ്. ആദ്യം ഝലം നമ്മൾ ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് ചെനാബിൻ്റെ ഉത്ഭവം ബാരാലാച്ച ലാ പാസ്, അതായത് ഹിമാചൽ പ്രദേശിലെ ബാരാലാച്ച ലാ ചുരത്തിൽ വെച്ചിട്ടാണ് ഇതിൻ്റെ ഉത്ഭവം വരുന്നത്. 2 സ്ട്രീംസാണ്, 2 അരുവികൾ ചേർന്നിട്ടാണ് ഇത് വരുന്നത്, ചന്ദ്രയും ഭാഗയും. ഇത് ഹിമാചൽ പ്രദേശിലെ കെയ്ലോങ് എന്ന് പറഞ്ഞ ഇതിൻ്റെ സമീപ പ്രദേശത്തുള്ള താണ്ടി എന്ന് പറഞ്ഞ പ്രദേശത്ത് വെച്ചിട്ടാണ് ചന്ദ്രയും ഭാഗയും യോജിച്ച് ചെനാബായിട്ട് മാറുന്നത്. അതുകൊണ്ട് തന്നെ ചെനാബിന് ചന്ദ്രഭാഗ എന്നൊരു പേര് കൂടിയുണ്ട്. സിന്ധു നദിയുടെ അല്ലെങ്കിൽ ഇൻഡസ് നദിയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് ചെനാബ്. ഹിമാചൽ പ്രദേശിലും ജമ്മു കാശ്മീരിലും പാകിസ്ഥാനിലും കൂടിയുമാണ് ചെനാബ് ഒഴുകുന്നത്. അപ്പം നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ചെനാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞതിൻ്റെ ഒറിജിൻ ബാരാലാച്ച ലാ ചുരമാണ്. ചന്ദ്രയും ഭാഗയും യോജിച്ചിട്ടാണ് ചന്ദ്രഭാഗ എന്ന പേരുള്ള ചെനാബ് രൂപപ്പെടുന്നത്. പിന്നെ ചെനാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിന്ധു നദിയുടെ തന്നെ ഏറ്റവും വലിയ പോഷക നദിയാണ്. ഹിമാചൽ പ്രദേശും ജമ്മു കാശ്മീരും കടന്ന് പാകിസ്ഥാനിലൂടെ ഒഴുകിയാണ് ചെനാബ് പോകുന്നത്. ചെനാബ് എന്ന ഈ നദി 1180 കിലോമീറ്ററോളം ഇന്ത്യയിലൂടെ യാത്ര ചെയ്തിട്ടാണ് പാകിസ്ഥാനിലേക്ക് എത്തുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും പൊക്കം കൂടിയ റെയിൽ ബ്രിഡ്ജ് ചെനാബ് നദിയുടെ കുറുകെ കൂടിയാണ് ഉള്ളത്. ചെനാബ് നദിയുടെ ഏറ്റവും മേജർ ട്രിബ്യൂട്ടറിയാണ് തവി റിവർ. തവി റിവർ പാസ് ചെയ്യുന്നത് ജമ്മു സിറ്റിയിലൂടെയാണ്. ചെനാബ് നദിയുടെ പഴയ പേരാണ് അസ്കിനി. മേജർ ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ട്സ് ഈ ചെനാബ് നദിയിൽ കൂടിയുള്ളത് ദുൽഹസ്തി, സലാൽ, ബഹ്ളിഹാർ.
രവി നദിയെക്കുറിച്ചാണ് നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത്. രവിയുടെ ഒറിജിൻ ലൊക്കേറ്റ് ചെയ്യുന്നത് ഹിമാചൽ പ്രദേശിൻ്റെ കുളു ഹൈലാൻഡ്സിലാണ്. അതായത് റോഹ്താങ് പാസിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത്. ഹിമാചൽ പ്രദേശിലെ ചമ്പ താഴ്വരയിലൂടെയാണ് ഇത് ഒഴുകുന്നത്. പിർ പഞ്ചലിലെ തെക്കുകിഴക്കൻ ഭാഗത്തിനും ധൗലാധർ പർവ്വതനിരകൾക്കും ഇടയിലൂടെയാണ് രവി നദി ഒഴുകുന്നത്. The Ravi River enters the Chenab River at സാരൈ സിദ്ധു ഇൻ പാകിസ്ഥാൻ. പാകിസ്ഥാനിലെ സരായ് സിദ്ധുവിന് സമീപമാണ് ചെനാബ് നദിയുമായിട്ട് രവി നദി ചേരുന്നത്. രവി നദിക്ക് അറിയപ്പെടുന്ന പേരാണ് റിവർ ഓഫ് ലാഹോർ. ലാഹോറിൻ്റെ നദി എന്നറിയപ്പെടുന്ന നദിയാണ് രവി. രവി നദിയുടെ പ്രാചീന നാമങ്ങളാണ് പരുഷ്ണി എന്നും ഐരാവതി എന്നും. ജഹാംഗീറിൻ്റെയും നൂർജഹാൻ്റെയും ശവകുടീരങ്ങൾ രവി നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. രവി നദി ഒഴുകി വരുന്ന പ്രധാന നഗരങ്ങളാണ് പഞ്ചാബിലെ പത്താൻകോട്ട്, പാകിസ്ഥാനിൽ ഹാരപ്പ, ലാഹോർ. അതുപോലെ തന്നെ പ്രധാന ജലവൈദ്യുത പദ്ധതിയാണ് തീൻ അണക്കെട്ട്. പിന്നെ എന്നും അറിയപ്പെടുന്ന തീൻ അണക്കെട്ട് എന്നറിയപ്പെടുന്ന രഞ്ജിത് സാഗർ അണക്കെട്ട് പഞ്ചാബിലുള്ള. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബിയാസ് നദിയെക്കുറിച്ചാണ്. ബിയാസ് നദിയുടെ ഉത്ഭവം വരുന്നത് റോഹ്താങ് ചുരത്തിന് സമീപമുള്ള ബിയാസ് കുണ്ടാണ്. ഈ റിവർ പാസ് ചെയ്യുന്നത് കുളു വാലി താഴ്വരയിലൂടെയാണ്. ഇത് സട്ലജിൽ ബിയാസ് നദി സട്ലജിലേക്ക് എത്തുന്നത് പഞ്ചാബ് പ്ലെയിൻസിലുള്ള ഹരികെ എന്ന പ്രദേശത്ത് വെച്ചിട്ടാണ്. ബിയാസ് ഫ്ലോ ചെയ്യുന്നത് ഹിമാചൽ പ്രദേശിലും പഞ്ചാബിൽ കൂടെയുമാണ്. ബിയാസ് റൺസ് ഓൾ ത്രൂ, അതായത് ഇന്ത്യയിലൂടെ പൂർണ്ണമായിട്ടും ഒഴുകുന്നൊരു നദിയാണ് ബിയാസ്. നമ്മൾ പല നദികളും പറഞ്ഞിട്ടുണ്ടായിരുന്നു പാകിസ്ഥാനിലേക്ക് ഇന്ന സ്ഥലത്ത് വെച്ചാണ് എത്തുന്നതെന്നൊക്കെ. പക്ഷേ ബിയാസ് പൂർണ്ണമായിട്ടും ഒഴുകുന്നത് ഇന്ത്യയിലൂടെയാണ്. സിന്ധുവിൻ്റെ ഏറ്റവും ചെറിയ പോഷക നദിയാണ് ബിയാസ്. ബിയാസിൻ്റെ പ്രത്യേകതകൾ ഇതൊക്കെയാണ്. ബിയാസ് നദിയുടെ പ്രാചീന നാമങ്ങളാണ് വിപാസ, ഹൈഫസിസ്. പ്രധാന അണക്കെട്ടുകളാണ് പോങ് അണക്കെട്ട് ഹിമാചൽ പ്രദേശിലുള്ള, മഹാറാണ പ്രതാപ് സാഗർ അണക്കെട്ട് എന്നും അറിയപ്പെടുന്നതാണ് പോങ് ഡാം. അടുത്തത് സത്ലജ് നദി. ഉത്ഭവം വരുന്നത് ടിബറ്റിലെ മാനസരോവർ തടാകത്തിന് സമീപമുള്ള രക്ഷാസ്ഥൽ എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ്. സത്ലജിന് പറയുന്ന വേറൊരു പേരാണ്, ടിബറ്റിൽ പറയുന്ന പേരാണ് ലാങ്ചൻ ഖംബാം. ഇന്ത്യയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് 400 കിലോമീറ്ററോളം സിന്ധു നദിക്ക് സമാന്തരമായിട്ട് അല്ലെങ്കിൽ പാരലായിട്ട് ഒഴുകുന്നുണ്ട് സത്ലജ്. ഇറ്റ് ക്രോസസ് വയ ശിൽപാഗി ലാ ഇൻ ദ ഹിമാലയൻ മൗണ്ടൻ ബിഫോർ എൻറ്ററിങ് ദ പഞ്ചാബ് പ്ലെയിൻസ്. അതായത് പഞ്ചാബ് സമതലങ്ങളിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ഹിമാലയൻ പർവ്വതനിരകളിലെ ഷിപ്കീലായിലൂടെ കടന്നിട്ടാണ് പഞ്ചാബ് സമതലത്തിൽ പ്രവേശിക്കുന്നത്. പിന്നെ ഭക്രാനങ്കൽ പ്രൊജക്റ്റിൻ്റെ പ്രധാന പോഷക നദിയാണ് സത്ലജ്. സിന്ധുവിൻ്റെ തെക്കേ അറ്റത്തെ പോഷക നദിയാണ് സത്ലജ്. ചൈന, ഇന്ത്യ, പാകിസ്ഥാൻ ഇതിൽ കൂടെയൊക്കെ ഒഴുകുന്ന ഒരു നദിയാണ് സത്ലജ്. സിന്ധുവിൻ്റെ പോഷക നദികളിൽ ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിലൂടെ ഒഴുകുന്ന ഒരു നദിയാണ് സത്ലജ്. പിന്നെ ഇന്ദിരാഗാന്ധി കനാൽ അല്ലെങ്കിൽ രാജസ്ഥാൻ കനാൽ എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ കനാൽ സത്ലജ് നദിയിലൂടെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. മേജർ ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ട്സ് ഇൻ സത്ലജ് റിവേഴ്സ് ആർ ഭക്രാനങ്കൽ, ഹിമാചൽ പ്രദേശിലെ ഭക്രാനങ്കൽ അണക്കെട്ട്, ബക്ര ഡാം ഹിമാചൽ പ്രദേശ് തന്നെയുള്ള, അതുപോലെ തന്നെ പഞ്ചാബിലുള്ള നങ്കൽ ഡാം, പിന്നെ ഹിമാചൽ പ്രദേശിലുള്ള നാൻപ ജക്കറി ഡാം, കർച്ചം വാങ്ടു ഹിമാചൽ പ്രദേശിലാണ്. ഇത്രയും ജലവൈദ്യുതി പദ്ധതികളാണ് സത്ലജ് നദിയിലൂടെ ഉള്ളത്. സിന്ധു നദിയുടെ പ്രധാനപ്പെട്ട 5 പോഷക നദികളായ ഝലം, ചെനാബ്, രവി, ബിയാസ്, സത്ലജ് എന്നീ നദികൾ പാകിസ്ഥാനിലെ മിഥാൻകോട്ടിനടുത്ത് വെച്ച് ഒരുമിച്ച് ചേർന്ന് പഞ്ച്നദ് എന്ന പേരിൽ രൂപപ്പെടുകയും സിന്ധു നദിയുമായിട്ട് ലയിക്കുകയും ചെയ്യുന്നു. സിന്ധു ജല ഉടമ്പടി
ഈ സിന്ധു നദി, ഹിമാലയൻ റിവേഴ്സിൽ സിന്ധു നദിയെക്കുറിച്ച് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ പോഷക നദികളെക്കുറിച്ച് പഠിക്കുമ്പോൾ പ്രധാനമായിട്ടും നോക്കേണ്ട ഒരു കാര്യമാണ് ഇൻഡസ് വാട്ടർ ട്രീറ്റി അല്ലെങ്കിൽ സിന്ധു ജല നടപടി. ഈ ഉടമ്പടി പ്രകാരം സിന്ധു നദീതടത്തിലെ ജലം ഇന്ത്യയും പാകിസ്ഥാനും പങ്കിടുന്നുണ്ട്. അത് ഒപ്പിട്ട തീയതിയാണ് 1960 സെപ്റ്റംബർ 19. ഒപ്പിട്ട ആൾക്കാരാണ് ജവഹർലാൽ നെഹ്റുവും മുഹമ്മദ് അയൂബ് ഖാനും. ഇത് ലോക ബാങ്കിൻ്റെ മധ്യസ്ഥതയിൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഈ ഉടമ്പടി പ്രകാരം ഇന്ത്യക്ക് ആകെ പുറന്തള്ളുന്ന ജലത്തിൻ്റെ 20% മാത്രമേ ഉപയോഗിക്കാനാവുള്ളൂ. ഈ ഉടമ്പടി പ്രകാരം പാകിസ്ഥാൻ ഭരിക്കുന്ന നദികളാണ് സിന്ധു, ഝലം, ചെനാബ്. ഈ ഉടമ്പടി പ്രകാരം ഇന്ത്യ ഭരിക്കുന്ന നദികളാണ് സത്ലജ്, ബിയാസ്, രവി.